സോ നമ്മുടെ മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മൂന്നാമത്തെ എക്സ്പെരിമെൻ്റാണ് ഫാമിലി പാത്തോളജി സ്കെയിൽ. ഓക്കെ, അത് FPS എന്നും കൂടെ അതിനെ പറയും. ഓക്കെ, അപ്പോൾ അതിലും ബേസിക്കായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ കുറച്ച് ഡാർക്കൻ ചെയ്ത് സെൻട്രൽ ഹെഡിങ് ആയിട്ട് ഫാമിലി പാത്തോളജി സ്കെയിലിന് കൊടുക്കുക. പിന്നെ അതാണ് എക്സ്പെരിമെൻറ്റിൻ്റെ നെയിം. ഓക്കെ, പിന്നെ അതിൽ ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ നമുക്ക് ഇങ്ങനെ പറയാം: അണ്ടർസ്റ്റാൻഡിങ് ഫാമിലി പാത്തോളജി, അൺട്രാവലിംഗ് ഡിസ്ഫങ്ഷണൽ ഡൈനാമിക്സ്. ഓക്കെ, അതാണ് അവിടെ ടൈറ്റിലായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ സൈഡ് ഹെഡിങ് വരുന്നത് എയിമാണ്. അപ്പം എയിം, ഈ ഫാമിലി പാത്തോളജീൻ്റെ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം മാൽ ഫങ്ഷനിങ് ഈ ഫാമിലിയിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് അവർ ബിഹേവിയറിൽ എത്ര ഡിസ്ഫങ്ഷൻസ് ഉണ്ട്, ഇൻട്രാക്ഷൻസിൽ എന്തൊക്കെയാണ് പ്രോബ്ലംസ് ഉള്ളത്, അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു ഇൻസൈറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എയിമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എയിം ഇങ്ങനെ എഴുതാം: ദ എയിം ഈസ് ടു സ്റ്റഡി ഓൺ ഫാമിലി പാത്തോളജി to investigate, analyze and gain proper insight on dysfunctional pattern of behavior and interaction within the family members. ഓക്കെ, അങ്ങനെ പറയാം. ഓക്കെ, പിന്നെ അതിൽ വരുന്നത് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനാണ്. അപ്പം ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ പറയാം? എന്താണ് ഫാമിലി എന്ന് പറയാം, പിന്നെ ഫാമിലി പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് വൈവയ്ക്കും വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻസൊക്കെ നോക്കി വയ്ക്കണം. ഫാമിലി എന്താണ്, ഫാമിലി പാത്തോളജി എന്താണ്, പിന്നെ ഈ സ്കെയിൽ ആരാ കൊണ്ടുവന്നത്? അത് വീണ രാഘവനും അതുപോലെ തന്നെ അർച്ചന ദുർഗ എന്ന് പറഞ്ഞിട്ടുള്ള 2 പേരാണ് കൊണ്ടുവന്നത്. അപ്പോൾ ആ കാര്യം കൂടെ അതിൽ മെൻഷൻ ചെയ്യുക. 2000-ലാണ് ഈ സ്കെയിൽ ഇൻവെൻറ്റ് ചെയ്തത്. ഓക്കെ, അത് മെൻഷൻ ചെയ്യുക. പിന്നെ അതിൽ എന്തൊക്കെയാണ് കീ ആസ്പെക്ട്സ്, ഫാമിലി പാത്തോളജീൻ്റെ ആസ്പെക്ട്സ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ അത്രയൊക്കെയാണ് അതിൽ ഇൻട്രൊഡക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഫാമിലിന്ന് ഇൻട്രൊഡക്ഷനിൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു സൈഡ് ഹെഡിങ് കൊടുത്തിട്ട്, ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണെന്ന് പറയാം. അപ്പോൾ അതിലൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. അപ്പം ഈ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ചിലപ്പം ബ്ലഡ് റിലേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മാരേജ് വഴി കണക്റ്റഡ് ആയിരിക്കും, അതല്ലെങ്കിൽ അഡോപ്ഷൻ വഴി കണക്റ്റഡ് ആയിരിക്കും. അവർ തമ്മിലൊരു സ്ട്രോങ് ഇമോഷണൽ ബോണ്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഈ ഫാമിലീൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ഫങ്ഷനും അത് റീജിയൻ ടു റീജിയൻ, പ്ലേസ് ടു പ്ലേസ് മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡൈനാമിക്സും അതിൻ്റെ കോൺസെപ്റ്റ്സും കൾച്ചറൽ ബേസിസിൽ ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ ഇതിൽ ഫാമിലി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പം അത് സിംഗിൾ പാരൻറ്റിൻ്റെ ഫാമിലി ആയിരിക്കും, അതുപോലെ തന്നെ സെയിം സെക്സ് കപ്പിൾസ് ഇൻവോൾവ് ആയിട്ടുള്ള ഫാമിലി ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പറഞ്ഞു പോവാം. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം: ഈ ഫാമിലിയിൽ പ്രീവിയസ് റിലേഷൻഷിപ്പിലുള്ള ചിൽഡ്രൻസ് ഉണ്ടായിരിക്കും, ഡിവോഴ്സ്ഡ് ആയവർ രണ്ടാമത് മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള കുട്ടികളുണ്ടായിരിക്കും. ആ റിലേഷനൊക്കെ ഫാമിലി എന്ന് പറയുന്ന അതും കൂടെ ഒന്ന് അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ അതിൽ വീരരാഘവനും അതുപോലെ തന്നെ അർച്ചന ദുർഗയും കൂടെ ആണ് ഈ ഫാമിലി പാത്തോളജി സ്കെയിൽ ഇൻവെൻറ്റ് ചെയ്തത്. ഇതിലവർ ചെക്ക് ചെയ്യുന്നത് എത്രത്തോളം മാലഡാപ്റ്റീവ് ബിഹേവിയർ, പ്രോപ്പർ അല്ലാത്ത ബിഹേവിയർ എത്രത്തോളം ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയ്ക്കുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇൻട്രാക്ഷൻസ് എത്രത്തോളം ഈ ഫാമിലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളിതിന് മുന്നേ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഈ ഫാമിലിയിലുള്ള മെമ്പേഴ്സിൻ്റെ ബിഹേവിയർ, പാരൻറ്റിങ് സ്റ്റൈൽ, ഇതൊക്കെ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു പേഴ്സണിൻ്റെ ഡെവലപ്മെൻറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ അതിൽ കീ ആസ്പെക്ട്സ് ഓഫ് ദ ഫാമിലി പാത്തോളജി ആയിട്ട് അവർ പറയുന്ന ഒരു 7 കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഡിസ്ഫങ്ഷണൽ കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇംപ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഗ്യാപ്സ്, ഇമോഷണൽ ഡിസ്ട്രെസ്, ഇതൊക്കെയാണ് ഡിസ്ഫങ്ഷണൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ റീസണാണ് മറൈറ്റൽ ആൻഡ് റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, റിലേഷൻഷിപ്പിലുണ്ടാവുന്ന ഇഷ്യൂസ്, അതിൻ്റെ സ്ട്രെസ്സും ട്രോമാസൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നതാണ് പാരൻറ്റിങ് ചലഞ്ചസ്. ഓക്കെ, അപ്പം അതിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും പറയാം: ടൈപ്പ് ഓഫ് പാരൻറ്റിങ് സ്റ്റൈൽസും കൂടെ അതിൽ മെൻഷൻ ചെയ്തിടാം. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടില്ലേ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്, അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ 4 എണ്ണം, അത് ജസ്റ്റ് വേണമെങ്കിൽ അത് മെൻഷൻ ചെയ്തിടാം. പിന്നെ വരുന്നതാണ് സബ്സ്റ്റൻസ് അബ്യൂസ്. അപ്പോൾ ഈ ഫാമിലിയിൽ ഏതെങ്കിലും ഒരു മെമ്പർ
സബ്സ്റ്റൻസ് അബ്യൂസിന് അല്ലെങ്കിൽ അഡിക്റ്റഡ് ആണെങ്കിൽ അവിടെ അത് ഇമോഷണൽ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാക്കും. ആ യൂസ് ചെയ്യുന്ന ആൾക്കും ഉണ്ടാക്കും, അതുപോലെ തന്നെ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനും ഉണ്ടാക്കും. അപ്പോൾ അതൊരു റിലേഷൻഷിപ്പിൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കും എന്നുള്ള കാര്യം കൂടെ അവിടെ പറയാം. ഓക്കെ, പിന്നെ മെൻ്റൽ ഹെൽത്ത് കൺസേൺ ആണ് 5ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പറയാം, ഇപ്പോൾ ജനറ്റിക്കലി എന്തെങ്കിലും മെൻ്റൽ ഡിസോർഡേഴ്സ് ഉള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ആ ഫാമിലിയിലുള്ള ബാക്കിയുള്ളവരും എഫക്റ്റ് ചെയ്യും. ഓക്കെ, 6ാമത്തെ പോയിൻ്റായിട്ട് വരുന്നതാണ് അബ്യൂസ് അല്ലെങ്കിൽ നെഗ്ലക്ട്നെസ്. അതിൽ ഇപ്പം ഫാമിലി മെമ്പേഴ്സ് അബ്യൂസ്ഡ് ആണെങ്കിൽ അതിൻ്റെ സ്ട്രെസ്, ട്രോമ, ലീഗൽ ഇഷ്യൂസ്, ആ കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിടാം. പിന്നെ 7ാമത്തെ ആൻഡ് ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നതാണ് ഈ ലൈഫ് ട്രാൻസിഷൻസ്. ഈ ലൈഫ് ട്രാൻസിഷനിൽ അവർ മെയിനായിട്ട് പറയുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, മൈഗ്രേറ്റ് ചെയ്യുക, കൺട്രി ടു കൺട്രി മൈഗ്രേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് സ്ട്രെസ്സ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാക്കാനും കാരണമാവും. ഓക്കെ, അതും പറയാം. പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്യാന്നുള്ളത് ഒരു ഫാമിലി തെറാപ്പി, അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിനെ മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് പിന്നെ അതിനൊരു പ്രോപ്പർ സപ്പോർട്ടും കൗൺസിലിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ പറ്റും. ഒരു ഹെൽത്തിയർ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഡൈനാമിക്സും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നും പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പറയേണ്ടത്, ഇൻട്രൊഡക്ഷനിൽ പറയേണ്ടത്. ഫാമിലി എന്താ പറയുക, ഫാമിലി പാത്തോളജി എന്താണെന്ന് പറയാം, ഈ സ്കെയിൽ ആരാണ് കൊണ്ടുവന്നതെന്ന് പറയാം, പിന്നെ അതിൻ്റെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 7 ആസ്പെക്ട്സ്, അതായത് ചില ഡിസ്ഫങ്ഷണൽ കമ്മ്യൂണിക്കേഷൻ, മറൈറ്റൽ ആൻഡ് റിലേഷൻഷിപ്പ് കോൺഫ്ലിക്ട്സ്, പാരൻ്റൽ ചലഞ്ചസ്, പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, മെൻ്റൽ ഹെൽത്ത് കൺസേൺ, അബ്യൂസ് ആൻഡ് നെഗ്ലക്ട്, ലൈഫ് ട്രാൻസിഷൻ. പിന്നെ ഇതെങ്ങനെ ഓവർകം ചെയ്യുന്നതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഡെഫിനിഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക, റെക്കോർഡും കൂടെ അനലൈസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, പിന്നെ നമ്മളിതിലേക്ക് ഈ സ്റ്റഡിയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടെ തന്നിട്ടുണ്ട് ഡോക്ടർ വിമല വീരരാഘവനും അതുപോലെ തന്നെ ഡോക്ടർ അർച്ചന ദുർഗയും കൂടെയാണ് ഈ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റിൽ പറയുകയാണെങ്കിൽ ഇതവർ 2000 ഈ സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്തത്. ഈ സ്കെയിലിൽ മൊത്തം എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 42 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് ഓരോ ക്വസ്റ്റ്യനും അവരൊരു 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷൻസാണ് മോസ്റ്റ് ഓഫൻ, ഒക്കേഷണലി ആൻഡ് നെവർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോന്നിനും 1, 2, 3 എന്നുള്ള രീതിയിലായിരിക്കും സ്കോറിങ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, 42 ക്വസ്റ്റ്യൻ ഉണ്ട്, ഓരോ ക്വസ്റ്റ്യനും 3 ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയാം. അതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോളത്തിൽ ടിക്ക് ചെയ്യാനും പറയാം. ഓക്കെ, പിന്നെ അതിൽ എന്നിട്ട് ഇതിൻ്റെ കാൽക്കുലേഷൻ നടത്തിയിട്ടായിരിക്കും നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുക, എത്രത്തോളം ഫാമിലി പാത്തോളജി ഉണ്ടെന്നുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഈ ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യനിൽ 42 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിലുള്ള ഓരോന്നും ടിക്ക് ചെയ്ത് കഴിഞ്ഞ് അതിലുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ അനലൈസ് ചെയ്യണം. ഒന്നും നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. എല്ലാ ഓപ്ഷൻസും ടച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അതിൽ പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അതിൽ മെറ്റീരിയൽസ് റിക്വയർഡ്. അത് മുന്നേ നമ്മളെല്ലാ എക്സ്പെരിമെൻറ്റിലും പഠിച്ച പോലെ നമുക്ക് പറയാം, ഒരു പ്രോപ്പർ അറ്റ്മോസ്ഫിയർ, സ്യൂട്ടബിൾ റൂം വേണം, പ്രോപ്പറായിട്ടുള്ള ഫർണിച്ചറും അതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും വേണം, പിന്നെ സബ്ജക്റ്റ് വേണം. അത് കഴിഞ്ഞിട്ട് ഇത് വേണം, ക്വസ്റ്റ്യനെയർ. ഡോക്ടർ വിമല വീരരാഘവനും അതുപോലെ തന്നെ അർച്ചന ദോർഗയും കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ക്വസ്റ്റ്യനെയർ സ്കെയിൽ വേണം, മാനുവൽ വേണം, സ്കോറിൻ്റെ കീ വേണം. ഇത്രയും കാര്യം പറഞ്ഞതിന് ശേഷം അവിടെ നമുക്ക് സ്റ്റേഷനറീസ് പറയാം, പെൻ, പെൻസിൽ, സ്കെയില്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ വാട്ടർ ബോട്ടിൽ. ഓക്കെ, ഒരു ഇൻഫോർമൽ എൻവിറോൺമെൻറ്റും, അത്രയും കാര്യങ്ങൾ പറയാം. അപ്പോൾ മെറ്റീരിയൽസ് റിക്വയർഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, ഒന്ന് സ്യൂട്ടബിൾ റൂം വേണം, പിന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വേണം. അത് കഴിഞ്ഞിട്ട് ഈ ഫാമിലി പാത്തോളജി സ്കെയിലിൻ്റെ ക്വസ്റ്റ്യനെയർ വേണം, മാനുവലും സ്കോർ കീയും വേണം. ദെൻ സ്റ്റേഷനറീസ്, പെൻ, പെൻസിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലാസ്റ്റ് വരുന്നത് സബ്ജക്റ്റ് വേണം, പിന്നെ ഒരു ഇൻഫോർമൽ അറ്റ്മോസ്ഫിയറും വേണം. ഇത്രയും കാര്യങ്ങളാണ് മെറ്റീരിയൽസ് റിക്വയർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് പാർട്ടിസിപ്പൻറ്റിൻ്റെ പ്രൊഫൈൽ. ഓക്കെ, അതിൽ മുന്നേ 2 ടെസ്റ്റിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ നെയിമും ഏജും സെക്സും മെറൈറ്റൽ സ്റ്റാറ്റസും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനും
അതുപോലെ ജോബ് ഉണ്ടെങ്കിൽ അതും. പിന്നെ ഇതിൽ ആഡ് ചെയ്യേണ്ട ഒരു സംഭവം ഫാമിലി. അത് ജോയിൻറ്റ് ഫാമിലി ആണോ, ബ്രോക്കൺ ഫാമിലി ആണോ, ന്യൂക്ലിയർ ഫാമിലി ആണോ എന്നുള്ള കാര്യം കൂടെ അവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ. പാർട്ടിസിപ്പൻറ്റ് പ്രൊഫൈലിൽ നിങ്ങൾ ഒന്നുകൂടെ നോക്കുക. നമ്മളിവിടെ കൊടുക്കേണ്ടത് നെയിം, ഏജ്, സെക്സ്, മെറിറ്റൽ സ്റ്റാറ്റസ്, ജോബ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഫാമിലി എന്താണ്, ജോയിൻറ്റ് ടൈപ്പ് ആണോ ന്യൂക്ലിയർ ആണോ എന്നുള്ള കാര്യങ്ങളും കൂടെ കൊടുക്കാം. ഓക്കെ. പിന്നെയാണ് അതിൽ അവർ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേഷനിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി, ആദ്യം ഈ ഇവർക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുക്കുക, അവരെ നന്നായിട്ട് ഇരിക്കാൻ അനുവദിക്കുക, എന്നിട്ട് അവരുമായിട്ടൊരു റാപ്പോ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുക. അതിനുശേഷം പറയാം ഇതിലുള്ള ഓരോ ടേംസും അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, ഈ ക്വസ്റ്റനെയർ കൊടുക്കുക. എന്നിട്ട് അവരിൽ ഓരോ ഓപ്ഷൻസ് നോക്കിയിട്ടും ഓരോ ക്വസ്റ്റനെയറിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അത് മോസ്റ്റ് ഓഫൺ ആണോ, ഒക്കേഷൻ ആണോ, നവർ ആണോ. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രമേ ടിക്ക് ചെയ്യാൻ പാടുള്ളൂ. അപ്പം അതിൽ ഏതെങ്കിലും ഒന്നിൽ ടിക്ക് ചെയ്യുക, ഇതിലുള്ള ഒന്നും എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ. അതുപോലെ അറ്റ് എ ടൈം രണ്ടെണ്ണത്തിലും ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ. പിന്നെ അവർക്ക് ഇത് നമ്മൾ കോൺഫിഡൻഷ്യലായിട്ട് വെക്കും എന്നുള്ള ഒരു അഷുറൻസും കൂടെ കൊടുക്കുക. ഓക്കെ. പിന്നെ അതിൽ വരുന്നത് റാപ്പോൻ്റെ കേസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. റാപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ എംപത്തറ്റിക് മാനറിലായിരിക്കണം ഇവരുടെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത്. പിന്നെ ഒരു നോൺ ജഡ്ജ്മെൻ്റൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളോട് പറയാം. ഓക്കെ. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻറ്റിനൊരു കംഫോർട്ടബിൾനെസ് കൊടുക്കണം, അത് പറയാം റാപ്പോൻ്റെ കേസിൽ. പിന്നെ അതിൽ ഇൻസ്ട്രക്ഷൻസ് പറയുന്നത് നമ്മളിതുവരെ എല്ലാത്തിലും ഡിസ്കസ് ചെയ്ത പോലെ തന്നെയുള്ള ഇൻസ്ട്രക്ഷൻസാണ്. അപ്പം ഇത് ടെസ്റ്റ് ചെയ്യണതിന് മുന്നേ അവരുടെ അടുത്ത് ഇതിൻ്റെ ഗോള് പറഞ്ഞു കൊടുക്കുക. പിന്നെ എല്ലാം ഹോണസ്റ്റ് മാനറിൽ അവരുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ആ ഹോണസ്റ്റിക്ക് അവിടെ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റും നമ്മളൊരു കാര്യങ്ങളും അവരെ ഇതിൽ ആൻസർ സെലക്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇത് മാർക്ക് ചെയ്യുന്നതിൽ ബയസ്ഡ് ആക്കരുത്. ഓക്കെ. അതുകൂടെ നോക്കുക. പിന്നെ അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ പ്രിക്കോഷൻസാണ്. അവിടെ നമ്മൾ കൾച്ചറൽ സെൻസിറ്റിവിറ്റി നോക്കണം, ഇവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം, നമ്മൾ ന്യൂട്രൽ ആയിരിക്കണം, മെയിൻറ്റെയിൻ ന്യൂട്രാലിറ്റി. ലാസ്റ്റ് വൺ ഈസ് കോൺഫിഡൻഷ്യാലിറ്റി. ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ പറയാം. ഓക്കെ. അപ്പോൾ അതിൽ പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെറ്റീരിയൽസ് റിക്വേർഡ് പറഞ്ഞു, പാർട്ടിസിപ്പൻറ്റ് പ്രൊഫൈൽ പറഞ്ഞു, പ്രൊസീജിയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് നമ്മൾ റാപ്പോ ബിൽഡ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതിൽ അവർക്ക് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്, അതിലാണ് ഈ കൾച്ചറൽ സെൻസിറ്റിവിറ്റിയും ഇമോഷണൽ സപ്പോർട്ടും ന്യൂട്രാലിറ്റിയും അതുപോലെ തന്നെ കോൺഫിഡൻഷ്യാലിറ്റിയും വരുന്നത്. ഓക്കെ. പിന്നെ അതിൽ വരുന്നതാണ് സ്കോറിങ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഇതുപോലെ എല്ലാ ടെസ്റ്റിലും പറയുന്ന പോലെ ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഓക്കെ. അപ്പം നമ്മൾ സ്കോർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും ലോ സ്കോർ വരുന്നത് 42 ആണ്. അത് 42 വരാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിലാകെ 42 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചിട്ടാണ് സ്കോർ കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ അതിൽ ഏറ്റവും ഹയസ്റ്റ് സ്കോർ വരെ 126 ആണ്. കാരണം ഈ 42 × 3 വെച്ചിട്ടാണ് നമ്മൾ 126 ഹയസ്റ്റ് സ്കോർ കൊടുക്കണം. അതിനെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളിപ്പം അവർ മോസ്റ്റ് ഓഫണിലാണ് ടിക്ക് ചെയ്ത്, ഇപ്പോൾ ഒന്നാമത്തെ കേസിൽ മോസ്റ്റ് ഓഫണിലാണ് ടിക്ക് ചെയ്ത് വിചാരിക്കാം. അപ്പോൾ അതിന് ആ മോസ്റ്റ് ഓഫൺ ടിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ അവിടെ കൊടുക്കേണ്ട സ്കോർ 3 ആണ്. ഓക്കെ. അതുപോലെ ഒക്കേഷണലാണ് ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ സ്കോർ കൊടുക്കേണ്ടത് 2 ആണ്. നവർ ആണെങ്കിൽ ലാസ്റ്റ് ബോക്സാണ് ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ സ്കോർ 1 ആയിരിക്കും. മനസ്സിലായോ? ഇപ്പം ആറാമത്തെ ആണെങ്കിൽ ഐ സ്പെൻഡ് ഹവേഴ്സ് ടുഗദർ ഓൺ പ്രേയേഴ്സ് ആൻഡ് ഇൻസിസ്റ്റ് ദാറ്റ് അതേഴ്സ് ഷുഡ് ഓൾസോ ഡു ദ സെയിം. അതിൽ ഇവർ മോസ്റ്റ് ഓഫൺ ആണ് കൊടുത്ത വെച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളതിന് 3 ആണ് സ്കോർ കൊടുക്കേണ്ടത്. ഫസ്റ്റ് ബോക്സ് ആണെങ്കിൽ 3, സെക്കൻഡ് ബോക്സ് ആണെങ്കിൽ 2, നവർ ആണെങ്കിൽ 1. ഓക്കെ. അങ്ങനെ ഈ 42 എണ്ണം ഇവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോസ്റ്റ് ഓഫൺ എത്ര എണ്ണം ഉണ്ട്, ഒക്കേഷണൽ എത്ര എണ്ണം ഉണ്ട്, നവർ എത്ര എണ്ണം ഉണ്ട് നോക്കുക. മോസ്റ്റ് ഓഫണിൻ്റെ × 3 ചെയ്യുക. അതുപോലെ ഒക്കേഷണലി ഇപ്പോൾ ഒരു 10 ബോക്സ് ഉണ്ടെങ്കിൽ × 2 ചെയ്യാം. നവർ ഒരു 2 ബോക്സ് ഉണ്ടെങ്കിൽ 2 ബോക്സ് 2 × 1 ചെയ്യാം. അതിന് 1 ആണ് കൊടുക്കുക നവർ എന്നുള്ളതിന് സ്കോർ. ഓക്കെ. നമ്മൾ എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് 75 ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക.
ഓക്കെ. അപ്പം ആ 75 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതിൻ്റെ സ്കെയിലിൽ നോക്കുക ഏത് ടൈപ്പ് ഓഫ് പാത്തോളജിയിലാണ് വരുന്നതെന്ന്. ഇതിൻ്റെ സ്കെയിൽ അനുസരിച്ച് ഇതിൽ 3 കാറ്റഗറീസാണ് വരുന്നത്. 42 മുതൽ 64 ആണെങ്കിൽ ലോ ഫാമിലി പാത്തോളജിയും, 65 മുതൽ 98 ആണെങ്കിൽ അവർക്ക് മോഡറേറ്റ് ഫാമിലി പാത്തോളജിയും, പിന്നെ 99 മുതൽ 126 ആണെങ്കിൽ ഹൈ ഫാമിലി പാത്തോളജിയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് റോ സ്കോർ കിട്ടിയത് 75 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഇതിൽ വരും, മോഡറേറ്റ് ഫാമിലി പാത്തോളജിയിൽ വരും. ഓക്കെ. അപ്പോൾ അത് നമ്മൾ റിസൾട്ടായിട്ട് എഴുതുക. റിസൾട്ട് എഴുതുമ്പോൾ നമ്മൾ ബോക്സ് വരയ്ക്കണം. എങ്ങനെ എഴുതും? നെയിം എഴുതും, ഏജ്, സെക്സ്, അവരുടെ എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, അവർക്ക് എത്രയാണോ റോ സ്കോർ കിട്ടിയത്. ഇപ്പോൾ 75 ആണെങ്കിൽ 75 എന്ന് എഴുതും. പിന്നെ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ എന്താണ്? മോഡറേറ്റ് ഫാമിലി പാത്തോളജി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യണ സമയത്ത് അവരിപ്പം എല്ലാം മോസ്റ്റ് ഓഫൺ ആണ് ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ എല്ലാം മോസ്റ്റ് ഓഫൺ വന്നാൽ എന്ത് ചെയ്യും? മോസ്റ്റ് ഓഫണിന് 3 അല്ലേ സ്കോർ വരുന്നത്. അപ്പോൾ 3 × 42 വരുമ്പോൾ 126 വരും. അപ്പോൾ ഹയസ്റ്റ് ഫാമിലി പാത്തോളജി ആയിട്ട് പോകും. അതുപോലെ എല്ലാം നവറാണ് ടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ 42 ആയിരിക്കും സ്കോർ വരാം. കാരണം നവറിന് 1 അല്ലേ വരുന്നത്. അപ്പോൾ അത് ലോ ഫാമിലി പാത്തോളജി ആയിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ. പിന്നെ ഡിസ്കഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഈ എക്സ്പെരിമെൻറ്റ് ഡെമോൺസ്ട്രേറ്റ് സബ്ജക്റ്റിൻ്റെ മുകളിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് 75 ആണ്. സബ്ജക്റ്റിൻ്റെ പേര് പറയാം. പേര് ഇൻ ദ സെൻസ് അത് ഷോർട്ടായിട്ട് കൊടുക്കണം. അപ്പം ഒരു വിഷ്ണു എന്നൊക്കെ ആണെങ്കിൽ വി എന്ന് കൊടുക്കുക. വിഷ്ണു സുജിത്ത് എന്നൊക്കെ ആണെങ്കിൽ VS കൊടുക്കുക. അങ്ങനെ നോക്കിയിട്ട് കൊടുക്കണം ടേം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാൻ വേണമെങ്കിൽ X കൊടുക്കാം, Y കൊടുക്കാം. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ ഒരു മിസ്റ്റർ VS എന്നോ മിസ്റ്റർ AKR എന്നോ അങ്ങനെ ഏതാണോ നോക്കിയിട്ട് അതങ്ങനെ ചെയ്യാം. ഓക്കെ. എന്നിട്ട് ഈ ഡിസ്കഷനിൽ എഴുതുക, ഈ മിസ്റ്റർ AKRൻ്റെ മുകളിൽ ഒരു 33 ഇയേഴ്സ് ഓൾഡുള്ള ഇവരുടെ മുകളിൽ സ്റ്റഡി കണ്ടക്ട് ചെയ്ത സമയത്ത് അവർക്ക് കിട്ടിയ സ്കോർ 75 ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മോഡറേറ്റ് ഫാമിലി പാത്തോളജിയാണ്. പിന്നെ അതിൻ്റെ റീസൺസ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ നമ്മളിപ്പോൾ 7 റീസൺസിന് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഏത് റീസണാണെന്നുള്ളത് നമ്മൾ ഈ കീ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഇതുണ്ടാവാനുള്ള റീസൺ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ. പിന്നെ അതിൽ റെഫറൻസ് ആയിട്ട് പറയുന്ന ഘോഷ് ചക്രബർത്തിയുടെ 2017 ഇമ്പാക്റ്റ് ഓഫ് ഫാമിലി പാത്തോളജി ഓൺ ബിഹേവിയറൽ ആൻഡ് ഇമോഷണൽ പ്രോബ്ലം ഓഫ് ചിൽഡ്രൻ ആണ്. ആ ഇൻ്റർനാഷണൽ ജേർണലിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ മെൻഷൻ ചെയ്തിടാം. അങ്ങനെയാകുമ്പോൾ ആ എക്സ്പെരിമെൻ്റ് അവിടെ കംപ്ലീറ്റ് ആവും. റെഫറൻസ് നിങ്ങളെല്ലാ എക്സ്പെരിമെൻറ്റിനും ഒന്നെങ്കിലും ഓർത്ത് വയ്ക്കണം. ഓക്കെ. പിന്നെ അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ വളരെ ബേസിക്കായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്താണ് ഫാമിലി പാത്തോളജി, ഫാമിലി എന്താണ്, പിന്നെ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഹൈ ഫാമിലി പാത്തോളജി എന്തൊക്കെയാണ്, ലേണിംഗ് തിയറീസ്, പേഴ്സണാലിറ്റി തിയറി, പിന്നെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടെസ്റ്റ് എന്താണ്, റിലയബിലിറ്റി, വാലിഡിറ്റി, പിന്നെ ആരാണ് ഈ FPS സ്കെയിൽ കൊണ്ടുവന്നത്, പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് FPS സ്കെയിൽ എന്താണ്, സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, റേഞ്ചസ് ഓഫ് പാത്തോളജി നമ്മളിപ്പോൾ 3 റേഞ്ചസ് പറഞ്ഞില്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്താൽ ആ എക്സ്പെരിമെൻ്റ് അവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ.